ഹലോ മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മളെ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ മക്കൾസിനെ കൂട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ വന്നു, വരെ ബസ് വന്നു, അവർ പോയിട്ടോ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ നമ്മളെ വീഡിയോ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എത്തും എങ്ങനെ എത്തുമോ ഒന്നും അറിയില്ല കേട്ടോ. വാച്ചവരൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു കുഞ്ഞു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയും മുന്നേറാമെന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കൾസിന് സ്കൂൾ കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം നമുക്ക് മാമുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളടുപ്പത്ത് ചോറ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കാറ്റ് വന്നാൽ അപ്പോൾ കറണ്ട് പോകും കേട്ടോ. അപ്പോൾ അലക്കിയിട്ട് എടുക്കും കേട്ടോ. അതാണ് കേട്ടോ ഇപ്പോൾ പരിപാടി. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ അൽഹംദുലില്ലാ എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളിങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ വേണമല്ലോ അല്ലേ. മഴക്കാലമായാലേ ഒന്നും കിട്ടാത്തൊരു ടൈമാട്ടോ. അപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടും, നല്ലോണം പൈസ വേണമെന്നുള്ളൂ. ഞാനിന്ന് റേഷൻ അരിയുടെ ചോറില്ലേ, നമ്മളെ റേഷൻ അരിയുടെ അരി എടുത്തപ്പോൾ അതിൽ നിറയെ കുറിഞ്ചാത്തനാണ് കേട്ടോ. എന്ത് ചാത്തനായാലും അതിനെല്ലാം പെറുക്കിയിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചുടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അടുപ്പത്ത് ഇടുക. അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. ചോറിൻ്റെ ചുറ്റിലും നമ്മൾ ചോറിൻ്റെ അടുപ്പിൻ്റെ ചുറ്റിലും വിറക് വെച്ചിട്ടുണ്ട് കേട്ടോ, നനഞ്ഞ വിറകായതുകൊണ്ട്. അപ്പോൾ മക്കൾസ് നമ്മൾ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് മുരിങ്ങക്കായും ചക്കക്കുരും കൂടിയിട്ട് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെയും പച്ചമുളകും നമ്മളെ മരത്തിമ്മ തന്നെ പൊട്ടിക്കുകയാണ്. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ മഴക്കാലമായതിനാൽ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എങ്കിലും പച്ചമുളക് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടൂസും മിട്ടൂസും കേട്ടോ. അപ്പോൾ അത് പുതിയ അതിഥികളാണ്. നമ്മുടെ മിന്നൂസ് പോയി, പിന്നെ നമ്മൾ തത്ത ഉണ്ടായിരുന്നില്ലേ, തത്തമ്മയും പൂച്ചയും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. തത്തമ്മ സ്വയം പാറിപ്പോയി, അവൻ്റെ കാമുകിനെ തേടിപ്പോയി കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നു നമ്മൾ പൂച്ചനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയപ്പോൾ നമുക്ക് കൂട്ടിനാരില്ലല്ലോ. അപ്പോൾ നമ്മൾ കുട്ടൂനും മിട്ടിനും കൊടുക്കുന്നൊക്കെയായിരുന്നു. അതിലൊരു ടുട്ടും ഉണ്ടായിരുന്നു, അതിന് നായ പിടിച്ചുകൊണ്ടായി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, നമ്മളെ മുരിങ്ങക്കായ ചക്കക്കുരും കറി വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ട് ഗ്യാസുമ്മ തന്നെ വെക്കാമെന്ന് കരുതി. അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഞാനൊന്നുകൊണ്ട് പോകുന്നതിൻ്റെ കൂടെ തീ പോരുട്ടോ. അത് കാരണം പിന്നെ അടുപ്പത്ത് വെച്ചില്ല. ആദ്യം മഴയും കാറ്റൊക്കെയാണ് നമ്മളെ നാട്ടിലെ. അപ്പോൾ അതിലേക്ക് ഞാനില്ലേ ഒരു തേങ്ങ എടുത്തിട്ട് വീട്ടിൽ നിന്ന് കൊടുന്നായിരുന്നു കേട്ടോ. തേങ്ങ എടുത്തിട്ട് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഈ ചെറിയുള്ളിയൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇളകൊന്നും കുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണമാണ്. ഇനി എന്തായാലും വേണ്ടിയിട്ട് സ്റ്റാൻഡൊക്കെ മേടിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ കോലില്ലേ അതാണ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ 4-5 ഇതുള്ളൂ കേട്ടോ. നമുക്കത് മതി. ഞാനും മക്കൾസും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കറിയൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കുകയില്ല കേട്ടോ. എങ്കിലും നമ്മളെ ആചാരങ്ങൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വെച്ചുണ്ടാക്കലേ. അപ്പോൾ നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കില്ല. കിട്ടാതിരിക്കുന്നവർ ഒരുപാടുണ്ടെന്ന് അത് ഓർക്കുമ്പോൾ കളയാനൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഭക്ഷണം പരമാവധി നമ്മൾ കളയാതെയും ഇതാക്കാതെയും ശ്രദ്ധിക്കുക. എനിക്കിത് കളയുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ, കാരണം ഫ്രിഡ്ജില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ അരച്ച് വെച്ചിരുന്ന തേങ്ങ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ ഒക്കെ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മളാരാ ഷാജിദ ഷാജിയാണോ എന്ന് വെച്ചാൽ ഷാജിദ ഷാജി ഒന്നല്ല കേട്ടോ. നമ്മൾ സാധാ നാട്ടിൻപുറത്തൊരു ആൾ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നമ്മളെ യൂട്യൂബർമാർ അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മളങ്ങനെ പലവരും കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടതല്ല. എന്തായാലും അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യൂട്യൂബ് തുടങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പേരൊന്നും കിട്ടാതിരിക്കട്ടെ. നമുക്ക് അതൊക്കെ വലിയ എന്താ പറയുക വേറെ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പൊന്നി യൂട്യൂബ് നമ്മളെ ഇനിയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ താത്തിക്കെട്ടല്ലേ കേട്ടോ. എല്ലായിടത്തും തോറ്റിട്ട് ഇനിയെങ്കിലും ജയിക്കാമെന്ന് കരുതിയിട്ടാണ് യൂട്യൂബിൽ നിന്ന് തുടങ്ങിയത്.
അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് പണി കിട്ടി. ഇനി എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പരമാവധി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കുറേ താത്തമാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കറിയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കട്ടൻ ചായയും അവിലും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് കഴിച്ചു കേട്ടോ. കാരണം നല്ല വിശപ്പായിരുന്നു. രാവിലെ എന്നും ഈ ദോശയും പിന്നെ അതിൽ എന്തെങ്കിലും അതിൽക്കുളത്തെ കറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വിശപ്പ് മാറില്ല. അപ്പോൾ എനിക്കായിട്ട് ഞാനായിട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെയല്ലേ നമ്മളെ നമ്മളെ മക്കൾസിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കും. നമുക്ക് വെച്ചിട്ട് നമ്മളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം തോന്നുകയാണെങ്കിൽ നമ്മളും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നമുക്ക് ആരുണ്ടാക്കി തരാനല്ലേ. വീട്ടിൽ പിന്നെ ഇളച്ചി മുത്തച്ചിള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കണം. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളതിനെ ഉണ്ടാക്കി കഴിക്കാനും നമ്മളെ ആരോഗ്യം നമ്മളതിനെ ശ്രദ്ധിക്കാനും നോക്കുക. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായക്കറിയും റെഡി ആയിട്ടുണ്ട്. 2 ഉണക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നേ ഇങ്ങനെ 2 ഉണക്കലിട്ടിട്ട് വറുത്ത് വെക്കണ കണ്ടപ്പോൾ ആലോചിച്ച് 2 ഉണക്കൽ തന്നെ 5 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. അതന്നെ ധാരാളമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റും മഴയും ഒക്കെയാണ്. എന്തായാലും നമ്മുടെ കൊച്ചു വീട്ടിൽ സന്തോഷത്തോടെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ജീവിതം ഇല്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെ. വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഭയങ്കര മഴയും അതൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാനും ദുആ ചെയ്യാണ്. നിങ്ങളും ദുആ ചെയ്യുക. എല്ലാവർക്കും നമ്മളെ മനുഷ്യന്മാരാണ്, എല്ലാവരെയും തൊട്ട് പടച്ചോൻ കാക്കണേ എന്ന് ദുആ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാം എൻ്റെ മുത്തോണികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.